ടെമ്പിളിൽ നിന്ന് ദൈവശബ്ദം കേട്ട് പുറത്തോട്ടിറങ്ങി ആമേൻ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ വയലിൽ ഒരുത്തൻ ഉഴുതുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവന്റെ പേര് സാഫാത്തിന്റെ മകനായ എലീശ. നമുക്കറിയാമല്ലോ. അങ്ങനെ അവൻ എലീശയെ കണ്ടെത്തി. അവൻ വയലിൽ 12 കാളകളെ വെച്ച് കൂട്ടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉഴുതുകൊണ്ടിരിക്കുക, കൃഷി ചെയ്യുവാൻ വേണ്ടി. 12ാമത്തതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. അവൻ എലീശയുടെ അടുത്ത് ചെന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുതപ്പെടുത്ത് എലീശയുടെ മേൽ ഇട്ടു. അവൻ പുതപ്പ് വീണ് കഴിഞ്ഞപ്പോൾ എലീശയുടെ മറുപടി, ഞാൻ വേഗത്തിൽ ഓടിച്ചെന്നിട്ട് എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചിട്ട് നിന്റെ അടുക്കലേക്ക് മടങ്ങി വരും. അപ്പോൾ ഏലിയാവ് എലീശയോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും വളരെ ഹൃദ്യമായി സംസാരിക്കുവാൻ ഇന്നത്തെ പകലിൽ തിരഞ്ഞെടുത്ത വാക്യം, ഹല്ലേലൂയ, ആമേൻ, പോയി മടങ്ങി വരിക, ഞാൻ നിനക്ക് എന്തു ചെയ്തു എന്ന് ഓർക്കാം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആമേൻ, പ്രാരംഭത്തിൽ തന്നെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ആമേൻ ഹൃദ്യമായി ഇടപെടുന്ന, ആമേൻ, ഹല്ലേലൂയ, ഒരു ആലോചനയുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ പകലിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി നമ്മളോട് സംസാരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്ത് എന്ന് നീ ഓർക്കാം. ദൈവത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഓർക്കുക. ഹല്ലേലൂയ. എലീശയോട് ഇത് പറയുമ്പോൾ അവൻ വേദ പണ്ഡിതന്മാർ പലവിധമായ അഭിപ്രായങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ മൂലഭാഷയിൽ, ഹല്ലേലൂയ, ഇതിന്റെ അർത്ഥം, ആമേൻ, പുതിയ വേർഷൻ, ആമേൻ, പരിശോധിക്കുമ്പോൾ എലീശ പറയുന്നത്, ഞാൻ വേഗത്തിൽ പോയിട്ട് എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചിട്ട് നിന്റെ അടുക്കലേക്ക് മടങ്ങി വരാം. ഇതിന് 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ആമേൻ, പണ്ഡിതന്മാർ പറയുന്നത്, ഏലിയാവിന്റെ ചോദ്യം, ഞാൻ നിന്നെ കണ്ടു, നീ നിന്റെ വയലിൽ നിന്റെ കാളകളെ കൊണ്ട് ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടു, എൻ്റെ പുതപ്പ് ഞാൻ നിന്റെ മേലിട്ടു. എന്നാൽ പുതപ്പ് വീണ് കഴിഞ്ഞപ്പോൾ നിന്റെ അപ്പനെയും അമ്മയും ഉപേക്ഷിച്ചിട്ട് നീ എൻ്റെ കൂടെ വരുവാനും മാത്രം ഞാൻ നിനക്ക് എന്ത് ചെയ്തു? നിന്നെ, ഹല്ലേലൂയ, നിന്നെ വളർത്തി വലുതാക്കിയ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ മേൽ, ഹല്ലേലൂയ, എല്ലാ, ആമേൻ, ഹല്ലേലൂയ, അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ നിന്റെ അപ്പനെയും അമ്മയും വിട്ടിട്ട് വരുവാൻ ഞാൻ നിനക്ക് എന്ത് ചെയ്തു? എന്നാൽ അതിന്റെ അപ്പുറത്തൊരു ആത്മീക മർമ്മം മറിഞ്ഞു കിടപ്പുണ്ട് ഏലിയാവിന്റെ വാക്കുകളിൽ. ഞാൻ നിനക്കൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ എന്റെ മുകളിൽ അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് നിന്റെ മേൽ വീണിട്ടുണ്ടായിരുന്നു. ആ പുതപ്പ്, ഹല്ലേലൂയ, എന്റെ മേൽ അഭിഷേകം ചെയ്തവൻ, ആമേൻ, അവൻ പറഞ്ഞിട്ട് ഞാൻ നിന്റെ മേലിടുകയാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു എന്ന് നീ ഓർത്തിരിക്കുക. ഞാൻ നിനക്ക് വേണ്ടി, നീ എന്നെ, ഹല്ലേലൂയ, നിന്റെ സകലതും വിട്ടിട്ട് ഓടി വരുവാൻ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ എന്നെ അഭിഷേകം ചെയ്തയച്ചവൻ, ഹല്ലേലൂയ, അവൻ നിനക്ക് എന്ത് ചെയ്തെന്ന് നീ മറന്നു പോകരുത്, നീ ഓർത്തുകൊള്ളണം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഇതിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ, ഹല്ലേലൂയ, ആമേൻ, സഭയോട് കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി, ഹല്ലേലൂയ, നമ്മോട് ഇടപെടുന്നുണ്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഓർക്കുക. പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, ആമേൻ, തിരക്കേറിയ യാത്രകൾക്കിടയിൽ പലതും നാം മറന്നു പോകുന്നവരാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്നത്തെ പകലിൽ ചിലരെയൊക്കെ ഒന്ന് തട്ടി ഉണർത്തുകയാണ്. വ്യക്തിപരമായി, ഹല്ലേലൂയ, നീ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ, ആമേൻ, ഹല്ലേലൂയ, ചിന്താ മണ്ഡലങ്ങളിൽ നിന്റെ ചിന്തകൾക്കൊക്കെ ഒരു വ്യത്യാസം വരുത്തിയിട്ട്, ആമേൻ, ഹല്ലേലൂയ, നീ ഇപ്പോൾ പോകുന്നത് പോലെ ഒരു സാധാരണ ജീവിതം നയിക്കുവാനല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. ആരും അറിയാത്ത ചില കാര്യങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് പകലിൽ, ഹല്ലേലൂയ, ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഓർക്കുക. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പുതപ്പുമായി, ഹല്ലേലൂയ, എലീശയുടെ അടുത്തേക്ക് ഏലിയാവിനെ ദൈവം അയച്ചു. എന്നാൽ ഏലിയാവിന് പറയാനുള്ളത്,
ഞാനൊരു നിമിത്തം മാത്രമാണ്. ഈ പുതപ്പിൽ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ശക്തി പകർന്ന ആമേൻ ഒരുവനുണ്ട്. അവന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ ഹല്ലേലൂയ നീ പോലും അറിയാതെ അവൻ കൊണ്ടുവന്ന് പുതപ്പിച്ചതിന്റെ പുറകിൽ ഒരു വലിയ ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം. ഹല്ലേലൂയ സാധാരണ മനുഷ്യരെ പോലെ, സാധാരണ വ്യക്തികളെ പോലെ ആമേൻ ഈ ഭൂമിയിലെ ജീവിതം ജീവിച്ച് തീർക്കുവാനല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ പകരപ്പെട്ടത്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വെറുതെ ഇതിന്റെ ഉള്ളിൽ വന്നിരുന്നതല്ല. പലയിടങ്ങളിൽ പോയിട്ട്, പലയിടങ്ങളിൽ ആരാധിച്ചിട്ട്, പലരെ കണ്ടിട്ട് ഹല്ലേലൂയ അവിടെയൊക്കെ ഹല്ലേലൂയ മാനസികമായി പൊരുത്തപ്പെടുവാൻ കഴിയാതെ ആമേൻ ഹല്ലേലൂയ അവിടുന്നൊക്കെ വിട്ടുമാറി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. അത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാണ്. ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ മറന്നു പോകരുത്. ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിനക്ക് എന്തു ചെയ്തു എന്ന് നീ ഓർക്കാം. ഓർക്ക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അതിന്റെ മറുവശം ഹല്ലേലൂയ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് നീ മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ചെയ്തു, എന്തൊക്കെ വിടുതലുകൾ ചെയ്തു. ഹല്ലേലൂയ ശാരീരികമായി ആദ്യമെടുക്കാം. ഹല്ലേലൂയ ശരീരത്തിൽ നിനക്കുണ്ടായ ക്ലേശം ആമേൻ മറ്റു പലരെയും നിത്യരോഗത്തിലേക്ക് വഴിമാറ്റിക്കളഞ്ഞപ്പോൾ ആ രോഗത്തിന്റെ ആമേൻ കണികകൾ ഹല്ലേലൂയ നിന്നെ തകർത്തു കളയാതെ അല്പനേരത്തേക്ക് നിനക്ക് പ്രയാസമുണ്ടായെങ്കിൽ ഹല്ലേലൂയ നിന്നെ പോലെ അനേകർ ദീർഘനാളുകൾ കിടക്കയെ അഭയം പ്രാപിച്ചിട്ട് എഴുന്നേൽക്കുവാൻ പരസഹായം കൂടാതെ എഴുന്നേൽക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ ആമേൻ കിടക്കയിൽ ജീവിച്ച് ജീവിതം മടുപ്പാക്കി തീർത്തപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്കുക. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ ആത്മാവ് ചിലരെയൊക്കെ തൊട്ടുകൊണ്ടിരിക്കുകയാ. ആത്മാവ് ചിലരെയൊക്കെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാ. ആമേൻ ആത്മാവിൽ ആമേൻ പരിശുദ്ധാത്മാവ് നിന്റെ നേരെ വിരൽ ചൂണ്ടി പറയുകയാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നീ ഓർക്ക. നിന്റെ ശരീരം തളർന്നു പോകേണ്ടടുത്ത്, നീ മറ്റുള്ളവർക്ക് ബാധ്യതയായി തീരേണ്ട ഇടത്ത് ആമേൻ ഹല്ലേലൂയ ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഓർക്ക. നടക്കുവാൻ പരസഹായം കൂടാതെ നടക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം അവൻ ഒരു പക്ഷെ മാറ്റപ്പെട്ടു പോകാമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ നിന്റെ സ്വന്തം ഹല്ലേലൂയ ആമേൻ ശരീരത്തെ നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നത് പോലെ ആമേൻ പരിശുദ്ധന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓർക്കുക. അനേകർ ലജ്ജിതരായി മാറിയപ്പോൾ, അനേകരെ ആമേൻ നിന്ദിതരാക്കി മാറ്റിയപ്പോൾ, നിന്ദിക്കപ്പെടുവാൻ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും നിന്റെ നിന്ദയെ ഹല്ലേലൂയ ഒരു കല്ലുരുട്ടി മാറ്റുന്നത് പോലെ ഉരുട്ടി മാറ്റിയിട്ട് അതിന്റെ മേൽ ഹല്ലേലൂയ അത് തിരികെ വരാതെ ഹല്ലേലൂയ ഒരു ദൂതനെ കൽപ്പിച്ചാക്കിയവൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്കാം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ മറന്നു പോകരുത്. ആത്മാവ് ഹൃദയങ്ങളെ വിവേചിച്ച് പരിശുദ്ധാത്മാവിന്റെ ആലോചന ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുകയാണ്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്ക. എന്തിനാ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അത് ജീവിത സാഹചര്യം കൊണ്ട് മറന്നുപോയെങ്കിൽ ഒരു മടങ്ങി വരവ്, ഒരു ഓർമ്മപ്പെടുത്തൽ. ഹല്ലേലൂയ എന്തിലേക്കെല്ലാം നിന്റെ ഓർമ്മ മടങ്ങി വരണം, എന്തിനെയൊക്കെ നീ ഓർത്തിരിക്കണം. ഹല്ലേലൂയ ഇവിടെ നാം വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ അല്പാൽപമായി പുറകോട്ട് പോയപ്പോഴും നമ്മെ ഓർത്ത് നമ്മെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദാനത്തിൽ നിന്ന് ഇതുവരെ പിന്മാറിപ്പോയിട്ടില്ല. ദൈവം നമ്മുടെ സമീപസ്ഥനായി ആമേൻ ഹല്ലേലൂയ നമ്മുടെ ആമേൻ സമീപത്ത് ഹല്ലേലൂയ ഏറ്റവും ശക്തിയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് എന്റെയും നിന്റെയും മുകളിൽ വീണിട്ടുണ്ട്. പുതപ്പ് ഇട്ടവനെ അല്ല ഓർക്കേണ്ടത്. ആമേൻ ഹല്ലേലൂയ ഏലിയാവ് പറഞ്ഞതിന്റെ ആത്മീയർത്ഥം ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചല്ലോ. ഞാനല്ല ചെയ്തത്,
എന്നെ കൊണ്ട് ഒരുവൻ ചെയ്യിച്ച ആമേൻ ഹല്ലേലൂയ നിന്റെ മേൽ ഹല്ലേലൂയ നീ കാളയെ പൂട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ, നീ ഒരു കൃഷിക്കാരനായി നിന്റെ കൃഷിയുടെ അനുഭവങ്ങൾ എടുത്ത് നിന്റെ മാതാപിതാക്കളോട് കൂടെ നിൽക്കുമ്പോൾ, രാജാക്കന്മാരെക്കാൾ ശ്രേഷ്ഠകരമായ പ്രവാചക ആമേൻ പദ്ധതിയുമായി ആമേൻ ഹല്ലേലൂയ ദൂതുകളെ, ദൈവത്തിന്റെ ആലോചനകളെ ദൈവം മുഖാമുഖമായി നിന്ന് സംസാരിക്കുകയും ദർശനത്തിൽ കൂടെ വെളിപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവാചകനായി അവന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് നിന്നെ വിളിച്ചപ്പോൾ, അഭിഷേകം ചെയ്തവനെ നീ മറന്നു പോകരുത്. അവൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് നീ മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. അവൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ആമേൻ ഹല്ലേലൂയ എനിക്ക് നന്നായിട്ട് അറിയാം.